രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവം. കെ എം അഭിജിത്തും അബിൻ വർക്കിക്കൊപ്പമാണ് കൂടുതൽ സാധ്യത. JS അഖിലിന്റെ പേരും സജീവമാണ്. രാഹുലിനെ ചൊല്ലി സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേതാക്കളുടെ വാക്പോര് രൂക്ഷമായതോടെ സന്ദേശം അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസിൽ രാഹുലിന് പകരക്കാരനെ പ്രഖ്യാപിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇഷ്ടക്കാരുടെ പട്ടികകൾ ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തിന് കൈമാറി കഴിഞ്ഞു. സംഘടനാ ചട്ടപ്രകാരം അധ്യക്ഷസ്ഥാനം വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടുവെങ്കിലും സംഘടനയിലെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അബിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായതിനാൽ സാമുദായിക സമവാക്യം അബിന് പ്രതികൂല ഘടകമാകും. എ ഗ്രൂപ്പുകാരനായ പ്രസിഡന്റായി ബെന്നി ബെഹനാനും വിഷ്ണുനാഥും രംഗത്തുണ്ട്. KM അഭിജിത്തിന്റെ പേരാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായി JS അഖിലിന്റെ പേരും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ നിർദ്ദേശിച്ചത് JS അഖിലിനെയായിരുന്നു. ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലിനായി AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ രംഗത്തുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് മാത്രമാകും KCയുടെ നീക്കം. അതിനിടയിൽ രാഹുലിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോര് രൂക്ഷമായി. രാഹുലിനെ ഒറ്റുകൊടുത്തതാണെന്നും തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറും എന്നിങ്ങനെയായിരുന്നു സന്ദേശങ്ങൾ. കഥമെനയിലുകളും സൂത്രത്തിൽ കസേര ഒപ്പിക്കാനായുള്ള പോസ്റ്റർ വിപ്ലവങ്ങളും തുടരട്ടെയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുടെ മറുപടി. തമ്മിലടി രൂക്ഷമായതോടെ ഒടുവിൽ ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.